ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റുഡന്റ് നഴ്സ്. ഒരു നഴ്സിംഗ് സ്റ്റുഡന്റിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോണേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അപ്പോൾ ചിലതിനൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നഴ്സിംഗ് സ്റ്റുഡൻസിന് തിയറിയും പ്രാക്ടിക്കലും ഉണ്ടാവും. സോ തിയറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തിയറി ആയിട്ട് കുറെ കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് പഠിക്കാനുണ്ട്, കുറെ കണ്ടീഷൻസ് പഠിക്കാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ തിയറിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈവ ഒരു റെക്കോർഡ് ഉണ്ടാവും. ആ റെക്കോർഡിനകത്ത് നിങ്ങൾക്ക് വൈവ ഉണ്ടാവും. ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് ഒരു 4 പേജ് വൈവാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ വൈവ ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ വൈവ ഒക്കെ നിങ്ങൾ ഓരോ പേജിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അതിന്റെ ഒരു ആൻസർ കണ്ടുപിടിച്ച് നിങ്ങൾ അത് എഴുതി ബുക്കിനകത്തേക്ക് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലിനിക്കൽ പോസ്റ്റിംഗിന്റെ കേസിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് ഡേ നിങ്ങൾ ക്ലിനിക്കൽ പോസ്റ്റിംഗിന്റെ ഒരു കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓരോ വാർഡിലോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അലോട്ട് ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ലേണിംഗ്. അതായത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതായത് ബെഡ് മേക്കിംഗ്, അതുപോലെ അസസ്മെന്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്യാൻ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടി വരിക. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ ഓരോ ഡോക്ടേഴ്സ് വരുമ്പോൾ അവരുടെ കൂടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കോളേജിലെ ലെക്ചർ വന്ന് അത് ഇത് ചെയ്യിപ്പിക്കുമെന്ന് നോക്കിയാണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ മാക്സിമം അവിടെ നിന്ന് പഠിക്കാൻ ശ്രമിക്കും. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണ്, ഇപ്പൊ ഞാനൊക്കെ പോസ്റ്റിംഗ് ഗവൺമെന്റ് ഹോസ്പിറ്റലാകും. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഓരോ കേസസും ഓരോ കേസ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഡോക്ടേഴ്സിനോട് ചോദിച്ച് പഠിക്കാം, അവിടുത്തെ സീനിയർ സ്റ്റാഫിനോട് ചോദിക്കാം, നമ്മുടെ ടീച്ചേഴ്സ് ഒന്ന് പറഞ്ഞു തരും എന്നുള്ള രീതിയിൽ ഇരിക്കാണ്ട് നമുക്ക് അങ്ങനെ ചോദിച്ച് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള മെയിൻ ആയിട്ട് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, അതുപോലെ ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി, അങ്ങനെ കുറെ കാര്യങ്ങൾ. നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലേക്ക് എത്തുമ്പോഴാണ് മെഡിക്കൽ സർജിക്കലും, സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെയാണ് മെഡിക്കൽ സർജിക്കലും പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസീസസ് കണ്ടീഷൻ പഠിക്കാനുണ്ടാവും. ഡിസീസസ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടാവും. അതിന്റെ സിംറ്റംസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോ പ്രാക്ടിക്കലിന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റിന് തരും. ആ പേഷ്യന്റിന്റെ ഡിസീസസ് കണ്ടീഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിന്റെ സിംറ്റംസ് വെച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, സിംറ്റംസും കാര്യങ്ങളും, ഡയഗ്നോസിസ് എല്ലാം ഏതൊരു കെയർ പ്ലാൻ തയ്യാറാക്കാനാണ് നിങ്ങൾക്ക് വരാറ്. കെയർ പ്ലാൻ എന്നൊരു കാര്യം നഴ്സിംഗിൽ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് എഴുതാനും ഉള്ളത് കെയർ പ്ലാൻ ആണ്. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കും. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു റെക്കോർഡ് ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കെയർ പ്ലാൻ, കെയർ സ്റ്റഡി, അങ്ങനെ ലെസൺ പ്ലാൻ, ഇതെല്ലാം എഴുതിയിട്ട് ബൈൻഡ് ചെയ്ത് ഒരു വലിയ റെക്കോർഡ് ആക്കണം. ഇത് കുറച്ചൊന്നും അല്ല എഴുതാനുള്ള, ഒരുപാട് എഴുതാനുണ്ട്. കെയർ സ്റ്റഡിയും കെയർ പ്ലാനും ലെസൺ പ്ലാനും ഹെൽത്ത് എഡ്യൂക്കേഷനും അതേപോലെ ഫ്ലാഷ് കാർഡ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് അത് ബൈൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് കൊണ്ടുപോയി സീല് മേടിച്ച്, പ്രിൻസിപ്പാളിന്റെ സീല് മേടിച്ച് നിങ്ങൾക്ക് എക്സാമിന് കാണിച്ചാലാണ് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും ക്ലിനിക്കൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ നേരത്തെ ചെയ്ത്, ഈ എഴുതാനുള്ള കാര്യങ്ങളും പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം സ്ട്രെസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് ഇന്നാവട്ടെ നാളെ ആവട്ടെ അങ്ങനെ എഴുതാന്നും പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതങ്ങനെയാണ് എല്ലാവരും. അപ്പം മാക്സിമം നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ടൈം എഴുതുക. പഠിക്കേണ്ട കാര്യം ജസ്റ്റ് നമുക്ക് അവസാനം ആകുമ്പോൾ ഒരു ബന്ധമില്ലാത്ത രീതിയിലായി പോകരുത്. നമുക്ക് കുറച്ച് ടച്ച് ചെയ്ത് പോവാം. പഠിക്കാൻ പറ്റുന്നവർ നല്ലതായിട്ട് പഠിക്കുക, അല്ലാതെ ഒന്ന് ടച്ച് ചെയ്ത് നമുക്കൊരു ഫെമിലിയർ ആയിട്ട് കൊണ്ട് നടക്കുക ആ ഒരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് അവസാനം നമ്മൾ ഇത് ഏത് ചാപ്റ്റർ, എന്ത് സംഭവം, ആ ഒരു രീതിയിൽ ഇരിക്കരുത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിൻ എന്ന് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലില് പേഷ്യൻസിനോട് നമ്മൾ നല്ല പൊളൈറ്റ് ആയിട്ട് വേണം ബിഹേവ് ചെയ്യാൻ. നമ്മൾ ഒരിക്കലും അവരോട് റഫായിട്ട് പെരുമാറും. നമുക്ക് ചിലപ്പോൾ പല സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും പേഷ്യൻസിനോട് അടുത്ത് തീർക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ എപ്പോഴും അവരോട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാൻ. അതുപോലെ നമ്മുടെ സീനിയർ സ്റ്റാഫ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവരോട് റെസ്പെക്ട് ചെയ്ത് വേണം സംസാരിക്കാൻ. ഒരിക്കലും അവരോട് നമ്മൾ റഫായിട്ട് നമ്മൾ സംസാരിക്കരുത്. പ്രത്യേകിച്ച് പേഷ്യൻസിനോട് ഒരിക്കലും റഫായിട്ട് പെരുമാറരുത്. കാരണം അവർ നമ്മളോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിരിക്കും. പേഷ്യൻസ് ആണെങ്കിലും സൈക്കാട്രിക് വാർഡിലാണെങ്കിലും എവിടെയാണെങ്കിലും. പക്ഷെ നമ്മൾ തിരിച്ച് അവരോട് റഫായിട്ട് പെരുമാറാനോ അങ്ങനെയോ നമ്മൾ ചെയ്യാൻ പാടില്ല ശരിക്കും. കാരണം അവർ നമ്മുടെ സർവീസ് വിശ്വസിച്ച് തന്നെ ആൾക്കാരാണ്. അപ്പൊ അവർ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസ് കിട്ടിക്കഴിയുമ്പോൾ, പേഷ്യന്റിനെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് പോയി നോക്കി മനസ്സിലാക്കി അവരുടെ ഹിസ്റ്ററി കളക്ട് ചെയ്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സോ ആരെങ്കിലും നഴ്സിംഗ് സ്റ്റാഫോ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. നിങ്ങൾ ഡോക്ടേഴ്സിനോട് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വലിയ മെഡിക്കൽ കോളേജോ അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സും സ്റ്റാഫ്സ് ഒക്കെ ഉണ്ടാവും.
അപ്പൊ നമുക്ക് അവരോട് ചോദിച്ച് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ കെയർ പ്ലാനിന്റെ ഒരു ഡൗട്ടാണ് എന്താണ് ഡയഗ്നോസിസ് നിങ്ങൾക്ക് മനസ്സിലായത്, കെയർ ഷീറ്റ് നോക്കാം. കെയർ ഷീറ്റ് അവിടെ ഇരിപ്പുണ്ടാവും. കെയർ ഷീറ്റ് നോക്കാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കെയർ ഷീറ്റിൽ മൊത്തം അബ്രിവേഷൻ എഴുതി വെച്ചേക്കണം. ജസ്റ്റ് ഒരു ഷോർട്ട് ഫോമിലായിരിക്കും കണ്ടീഷൻ ഉൾപ്പെടെ അവര് എഴുതി വെച്ചിരിക്കുക. അതുപോലെ തന്നെ OD, BD, അതായത് വൺ സൈഡ് മെഡിസിന്റെ പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആദ്യം ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഫെമിലിയർ ആയിട്ട് ഇതിനോട് ഫെമിലിയർ ആയി കഴിയുമ്പോൾ, നിങ്ങൾ അത് ഓരോന്നും നോക്കി നോക്കി ഫെമിലിയർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മാറും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രം, നമ്മൾ പോസ്റ്റിംഗ് ആണെന്നും പറഞ്ഞ് ചുമ്മാ ക്യാൻറ്റീനിലോ എവിടെയെങ്കിലും പോയി ചായ കുടിച്ചുകൊണ്ടിരുന്ന ഈ കാര്യം നടക്കൂല. ഇന്റർവൽ ടൈമൊക്കെ ഉള്ളപ്പോൾ മാത്രം ചായ കുടിക്കാനൊക്കെ പോവുക. അല്ലാണ്ട് അല്ലാത്ത സമയത്ത് വാർഡിലോ എവിടെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ നിന്ന് എല്ലാം മാക്സിമം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് കയറുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, കെയർ പ്ലാൻ, കേസ് സ്റ്റഡി, അതുപോലെ ഇതൊക്കെ വൈവ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. ക്ലിനിക്കൽ എക്സാമിനേഷനും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, തിയറി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലാസ്റ്റത്തെ ഒരു മൊമെന്റിലൊക്കെ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആയി പോകും. അപ്പൊ നമ്മളത് നല്ല രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത്. കാരണം ഒരുപാട് നമ്മൾ സ്ട്രെസ് അടിക്കാൻ കാരണം പെൻഡിങ് വെക്കും. പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടൊന്നും ഇല്ല ഇവിടൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ് ആയി പോകും. പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ, പ്രത്യേകിച്ച് നഴ്സിംഗിൽ തിരിച്ച് ആ ട്രാക്കിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ബോയ്സിനും ഗേൾസിനും ഒരുപോലെ തന്നെയാണ് ക്ലിനിക്കൽ പോസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത്. എല്ലാ കാര്യങ്ങളും ബോയ്സിനും ഗേൾസിനും ഒരുപോലെയാണ്. ബോയ്സിന് വേർതിരിവും ഗേൾസിന് വേർതിരിവും എന്ന കാര്യങ്ങളൊന്നുമില്ല.